കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം മുൻപ് നമ്മൾ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. നാളെ വെള്ളിയാഴ്ച വൈകുണ്ഠ ഏകാദശിയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ നാരായണീയം സമ്പൂർണ്ണമായിട്ട് വായിച്ച് സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സജ്ജനങ്ങളോട് മുൻകൂറായിട്ട് ഒരു അറിയിപ്പ് പറയുകയാണ്, അല്ലെങ്കിൽ ക്ഷമാപണം പറയുകയാണ്. ലൈവായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ പാരായണത്തിൽ തന്നെ എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ സജ്ജനങ്ങളെ സദയം ക്ഷമിക്കണം. കഴിയണത്ര ഭംഗിയായിട്ട് ഭഗവാന്റെ കാരുണ്യം പോലെ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് കരുതുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് രാവിലെ 5:30 സഹസ്രനാമത്തോടുകൂടി ആരംഭിക്കാം കരുതുന്നത്. വൈകുന്നേരം ഒരു 7:30 ആകുമ്പോഴേക്കും പാരായണം സമർപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗതിയിൽ നിന്ന് ഇത്തിരി നല്ലോണം നേരത്തെയാണ് തുടങ്ങുന്നത്. കുറച്ച് വൈകിട്ടാണ് കഴിയുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് രാവിലെ ഒരു 8:30 തൊട്ട് വൈകുന്നേരം 5 മണി വരെ നമ്മൾ പാരായണം തൽക്കാലം നിർത്തിവെക്കുകയാണ്. കാരണം ജോലീൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് കാരണം എന്നാലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഉദ്യോഗവും ഉപാസനയും രണ്ടും ഒരേപോലെ കൊണ്ട് നടക്കണമല്ലോ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ച് സമയത്തിന് അങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. 5:30 സഹസ്രനാമം ചൊല്ലി ആരംഭിക്കുക, 6 മണിയോടുകൂടി പാരായണം ആരംഭിക്കുക, 8:30 ഗോവിന്ദാഭിഷേകം 64ാമത്തെ ദശകം വരെ നമുക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത്രയ്ക്ക് പറയുമ്പോൾ പറ്റുള്ളൂ. പിന്നെ 5 മണിക്ക് പാരായണം പുനരാരംഭിച്ചിട്ട് 7:30 100ാമത്തെ ദശകം വായിച്ച് സമർപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശൈലി കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് അത്യാവശ്യം വലിയ ലക്ഷ്യം തന്നെയാണ് താനും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വേഗതയിലാവും പാരായണം ഉണ്ടാവുക. എന്നാലും എല്ലാവർക്കും കൂടെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കഴിയണത്ര ചെയ്യാൻ ശ്രമിക്കാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കുറച്ച് വേഗതയിലാണെങ്കിൽ സജ്ജനങ്ങളെ ക്ഷമിക്കണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സാധാരണ പാരായണത്തിന് പല ശൈലികളാണ് സമർപ്പണം ചെയ്യാറ്. ഇവിടെ ഇപ്പോൾ പാരായണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ സമയത്തിന് നമുക്ക് പരിമിതിയുണ്ട്. അപ്പോൾ അത് കാരണം വളരെ ലളിതമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പൂജ, അതേപോലെ കീർത്തനങ്ങൾ, പ്രഭാഷണം, ഇതൊന്നും നമ്മൾ ഉൾപ്പെടുത്തിണ്ടാവില്ല. നമ്മൾ രാവിലെ സഹസ്രനാമം ചൊല്ലിയിട്ട് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ആരംഭിക്കുക. പാരായണം പൂർണ്ണമായിട്ട് വൈകുണ്ഠ ഏകാദശി ദിവസം, അതായത് 7:30 സമർപ്പിക്കാൻ ശ്രമിക്കുക. അത്രേ ചിന്തിക്കണുള്ളൂ. അതിൻ്റെ ഇടയിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സമയമില്ലാത്ത കാരണം നമ്മളത് ചുരുക്കുകയാണ്. കാര്യമായിട്ട് നമ്മൾ പ്രാധാന്യം പാരായണത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ്. പിന്നെ പാരായണം സമ്പൂർണ്ണമായിട്ട് സംസ്കൃതത്തിലാണ്. നാരായണൻ നമുക്കറിയാം സംസ്കൃതത്തിലാണ്. മലയാളം ഉൾപ്പെടുത്തേണ്ട കാരണം ഞാൻ കാണുന്നില്ല. ഇനി ആർക്കെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മലയാളത്തിൽ എന്തെങ്കിലും സംഭാഷണത്തിൻ്റെ ആവശ്യം വരുള്ളൂ. പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മലയാളം അറിയാത്ത ആൾക്കാർക്കും നാരായണീയത്തിനോടും ആധ്യാത്മിക കാര്യങ്ങൾക്കും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. നാരായണീയം പാരായണം ചെയ്യണം അല്ലെങ്കിൽ പങ്കുചേരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ മലയാളം അറിയാത്തത് കൊണ്ട് അതിനെ സാധിക്കില്ല എന്നുള്ള ഒരു സംഭവം ഇതിൽ തൽക്കാലം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഇംഗ്ലീഷിലും ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലും അതെ, നാരായണീയം ഇനി പുസ്തകം കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സംസ്കൃത ലിപിയിൽ നാരായണീയം പൂർണ്ണമായിട്ടുള്ള PDF-ഉം ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, അനൗൺസ്മെൻറ്റ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ന് ഈ ഒരു അറിയിപ്പിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ PDF ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ആരെങ്കിലും മലയാളം അറിയാത്ത ആൾക്കാരെന്നെ പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, നാരായണീയം മുതലായിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്, വായിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സത്സംഗത്തിൽ പങ്കുചേരണം എന്നുള്ള ആൾക്കാർ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഇതൊന്ന് എത്തിക്കുക എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നാരായണീയം നമ്മൾ വിചാരിച്ച പോലെ ഭഗവാൻ നടത്തട്ടെ, അല്ലേ? നമ്മളല്ല വിചാരിച്ചിട്ടുള്ളതും, ഭഗവാൻ തോന്നിച്ചതാണ്. അപ്പോൾ അത് ഭഗവാന്റെ കാരുണ്യം പോലെ തന്നെ നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഏത് ലിങ്കിലാണ് ചേരേണ്ടതെന്നാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ചേർക്കുന്നുണ്ട്. PDF വേറെയാണ്. PDF-ൻ്റെ കൂടെ തന്നെ 2 ലിങ്ക് ചേർക്കുന്നുണ്ട്. ഒന്ന് രാവിലെ 5:30 ആ തുടക്കത്തിൽ ആദ്യ ഭാഗം, പാരായണത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ലിങ്കാണ്. അത് ആ പേരിൽ തന്നെ കൃത്യമായിട്ട് കാണിക്കും കേട്ടോ, അത് സംശയിക്കേണ്ട. അപ്പോൾ 5:30 ചേർന്ന് കഴിഞ്ഞാൽ സഹസ്രനാമത്തോടു കൂടി ആരംഭിച്ച് 8:30 വരെ പാരായണം ചെയ്ത് നമ്മൾ തൽക്കാലം നിർത്തും. അത് കഴിഞ്ഞ് 2ാമത്തെ ലിങ്ക് ഉണ്ടാവും വൈകുന്നേരം 5 മണിക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗം കൂടി പാരായണം ചെയ്ത് ഒരു 7:30 സമർപ്പിക്കും. അപ്പോൾ ആ 2 ലിങ്കിലാണ് നമ്മൾ ലൈവ് പോകുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പലർക്കും പല തിരക്കുകൾ ഉണ്ടാവാം, മുഴുവൻ സമയം ഇരിക്കാൻ പറ്റാത്തവരുണ്ടാവാം.
അല്ലേ അല്ല മുഴുവൻ സമയം പറ്റണവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുചേരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതല്ല ഇനി മുഴുവൻ സാധിക്കില്ല, കുറച്ച് നേരം രാവിലെ കുറച്ച് നേരമേ പറ്റുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരമേ പറ്റുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു വിരോധമില്ല. കഴിയണത്ര എല്ലാവരും പങ്കുചേരണം, അനുഗ്രഹിക്കണം. അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ആദ്യമായിട്ടാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വല്ല കുറവുകളും വരികയാണെന്നുണ്ടെങ്കിൽ അതും സജ്ജനങ്ങൾ പൊറുക്കണം, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കണം. ഹരേ കൃഷ്ണ.